ഹായ് കൂട്ടുകാരെ, വീടിൻ്റെ ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഇടവേള എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് മറ്റ് വീഡിയോകളൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. അതുകൊണ്ട് വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവച്ചുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് കരുതി. ഇൻറ്റീരിയർ സഹിതം 48 ലക്ഷം രൂപയ്ക്ക് 2 നിലകളിലായി 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോടുകൂടിയ ഞങ്ങളുടെ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതിൻ്റെ തീമായി ഓഫ് വൈറ്റും വുഡൻ ഷെയ്ഡുമാണ് സെലക്ട് ചെയ്തത്. സ്റ്റെപ്പുകൾക്കും കിച്ചൺ സ്ലാബുകൾക്കും മാത്രം സ്റ്റോണി ബ്രൗൺ ഗ്രാനൈറ്റും ബാക്കിയെല്ലാം പേളി വൈറ്റ് ഗ്ലോസി ഫിനിഷ് വെട്രിഫൈഡ് ടൈൽസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയ ഈ വീടിന് തെക്ക് കിഴക്കേ മൂലയിൽ വെളിയിൽ നിന്നും മാത്രം പ്രവേശിക്കാവുന്ന ഒരു പൂജാമുറിയുണ്ട്. ഓപ്പൺ സിറ്റൗട്ടും വാതിലിന് ഇരുവശവുമായി ഫ്രഞ്ച് വിൻഡോസും ഗ്ലാഡിംഗ് ടൈൽ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത ഒരു തൂണും വീടിനെ കൂടുതൽ ആകർഷണീയമാക്കുന്നു. പ്ലാവിൻ തടിയിൽ വളരെ വീതിയിൽ ചെയ്തെടുത്ത ഫ്രണ്ട് കതകിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രിപ്പിംഗ് മാത്രം ഒട്ടിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇനി ലിവിംഗ് റൂമിൻ്റെ പ്രത്യേകതകൾ കാണാം. 2 ഡബിൾ വിൻഡോസിന് നടുവിൽ ഓപ്പണായി ചെയ്ത ഫുൾ ലെങ്ത് TV യൂണിറ്റ് ഞങ്ങളുടെ ഇൻറ്റീരിയർ ഡിസൈനറായ രാജേഷ് ചേട്ടൻ്റെ ഐഡിയയാണ്. തൊട്ടടുത്ത ഭിത്തിയിൽ 2 ഓപ്പൺ നിഷസും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി ഒരു ജിപ്സം സീലിങ്ങും ലിവിംഗ് റൂമിൽ ചെയ്തിട്ടുണ്ട്. ലിവിംഗ് റൂമും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ പാർട്ടീഷൻ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഡൈനിങ് ഏരിയയ്ക്ക് മുകളിൽ ഡബിൾ ഹൈറ്റ് റൂഫിങ്ങും ഭിത്തിയിലും റൂഫ് ടോപ്പിലും ചെയ്തിരിക്കുന്ന പർഗോളയും വീട്ടിനുള്ളിലേക്ക് കൂടുതൽ വെളിച്ചം കൊണ്ടുവരുന്നു. ഡൈനിങ് ഏരിയയ്ക്ക് സൈഡിലായി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഗ്ലാസ് ഡോറോട് കൂടിയ ഒരു ക്രോക്കറി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോൾ ബൈ 10 ഫീറ്റ് സൈസിൽ ഒരു മെയിൻ കിച്ചണും 10 ബൈ 8 ഫീറ്റ് സൈസിൽ അതിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്തതുകൊണ്ട് സാധാരണ മോഡുലാർ കിച്ചണിൽ ചിലവാകുന്ന അധിക ചിലവുകൾ ഒഴിവാക്കാനും സാധിച്ചു.
മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കോർണറിലായി ഒരു ഫുൾ ലെങ്ത് ഡ്രസ്സിംഗ് മിററും സൈഡ് വാളിൽ ഫുൾ ലെങ്ത് വുഡൻ ക്യാബിനറ്റും ഇൻറ്റീരിയർ ഡിസൈൻ്റെ ഭാഗമാണ്. വുഡൻ ക്യാബിനറ്റിൻ്റെ ഒരു വശത്തായി 2 ഫാൾസ് ഡോർ അറ്റാച്ച്ഡ് ബാത്റൂമിനെ കൂടുതൽ പ്രൈവസി ഉള്ളതാക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമും ഇതേ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ കൂടി പുറത്തേക്ക് ഇറങ്ങി ടെറസിലേക്ക് പോകാനായി ചെയ്തിരിക്കുന്ന ഈ ഡോർ കൂടുതൽ സുരക്ഷയും നല്ല വെന്റിലേഷൻ ഉറപ്പുവരുത്തുന്നതുമാണ്. ഫസ്റ്റ് ഫ്ലോറിലെ 2 റൂമുകളും കുട്ടികളെ ഉദ്ദേശിച്ച് ചെയ്തതുകൊണ്ട് വുഡൻ ക്യാബിനറ്റിനോടുകൂടി സ്റ്റഡി ടേബിളും ബുക്ക് ഷെൽഫും പിന്നെ പ്രത്യേകം ഡ്രസ്സിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട്. by 12 സൈസിലുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ജിപ്സം സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പർ ബാൽക്കണിക്ക് സൈഡിലായി ഒരു ഓപ്പൺ ടെറസും അവിടെ ഒരു സിറ്റിംഗ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് ഇറങ്ങിയാൽ താഴത്തെ സിറ്റൗട്ടിൻ്റെ മുകളിലായി ഒരു ഗാർഡൻ ഏരിയയ്ക്കുള്ള സ്ഥലവും സ്പെയർ ചെയ്തു വെച്ചിട്ടുണ്ട്. നക്ഷത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.